ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ചക്ക മുറിക്കണ വ്ളോഗാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് കസിൻസൊക്കെ വന്നപ്പോൾ അവർക്ക് ചക്ക തിന്നാൻ പൂതിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ചക്ക. അപ്പോൾ ഇത് നമ്മൾ കസിൻസ് എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവർക്ക് ഇപ്പോഴാണല്ലോ വെക്കേഷൻ, ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ. അപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കുറേ വരിക്കച്ചക്കയുണ്ട്. അപ്പോൾ ഇത് വരിക്കച്ചക്കയാണ്. അപ്പോൾ ഒന്ന് ചക്ക മുറിക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇത്. ആക്ച്വലി നല്ല ടേസ്റ്റുള്ളൊരു ഇതായിരുന്നു ആ ചക്ക. ഞങ്ങൾ ഫസ്റ്റ് അവരൊന്നും വന്നിട്ടുണ്ട്. അവർ അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയെ ചക്ക മുറിക്കുന്നുണ്ടായിരുന്നെ. വല്യമ്മ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു വെച്ചു. ബാക്കി അവരുടെ അപ്പുറത്തിരിക്കുക. ചക്ക മുറിച്ച് കഴിഞ്ഞ് ചുളയൊക്കെ അടർത്തി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് തിന്നാൻ തുടങ്ങി. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. അവർ മുറിക്കുന്ന സമയത്ത് ചിലവർ മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്ക കിട്ടിയതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചക്ക സീസൺ ഉണ്ടായിരുന്നില്ലേ, അപ്പം അന്നേരം നമുക്ക് ചക്ക കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇതായിട്ട് നമ്മൾ ചക്ക ഒന്ന് മൂക്കുന്നുണ്ടിട്ട് മഴക്കാലമായപ്പോഴത്തേക്ക് ചിലതെല്ലാം ചീഞ്ഞ് പോകാനും നമുക്ക് തുടങ്ങി. പിന്നെ ചക്ക നല്ല ചക്കയെല്ലാം കിട്ടി തുടങ്ങി. അപ്പോൾ ആടെയാകുമ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് ചക്ക കിട്ടും. എന്നെ വീണ്ടും അവരന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ നമ്മൾ ചക്ക തിന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കും ചക്ക തിന്നൊരു പൂതി. അവസാനം എന്നിട്ട് നമ്മൾ അന്നേരം അവരോട് വന്നു. അത് നമ്മൾ അവിടെ നിന്ന് വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീടിന് അമ്മയുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ 2 ചക്ക തിന്നു. ഒന്നാമത്തെ ചക്ക ഫസ്റ്റ് കിട്ടിയ ആടെയും എല്ലാവരും മുറിച്ച് തിന്നു. അന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ കഴിച്ചേന്. അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ രണ്ടാമത്തെ ചക്ക ഉണ്ടല്ലോ, അന്നേരം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടായത്. അന്നേരം വീഡിയോ എടുത്തു. ഇപ്പം ഞാൻ ചക്കയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഞെങ്ങുന്നൊക്കെ ഇല്ലേ ഇടയ്ക്കടിക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. നല്ല ചില ചക്കയാണോ എന്നാണ് നോക്കുന്നത്. എനിക്കിത് കഴിച്ചോണ്ട് ഇപ്പോൾ ഫുള്ള് മുറിക്കാണിപ്പോൾ കഴിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ കയ്യിൽ ഒരു കയ്യിലാണെങ്കിൽ ഫോണും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പിടിച്ചിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അടർത്തി കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അമ്മ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ ആ പശപ്പ് പോലത്തെ ഭാഗം മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പീസുകൾ ചക്ക ഇങ്ങനെ മുറിച്ചിട്ട് കുറേ ഒരു 1 2 3 4 5 എണ്ണം മുറിച്ച് നടുക്ക് പകുതി കൂടെ ആക്കിയിട്ട് അത് വെട്ടി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതിന് നടുക്ക് പശ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കെടുത്ത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ ആകുമ്പോൾ എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ വല്യമ്മ ഒന്ന് അടർത്തി കഴിക്കണ്ടേ. അപ്പോൾ 2-3 എണ്ണം എനിക്ക് തന്നു. അപ്പം ഞാനത് കഴിച്ചിട്ടുണ്ടേ. നല്ല ടേസ്റ്റുള്ള ചക്ക. ഇതാണ് എൻ്റെ വല്യമ്മ കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ചക്ക ചുളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ ചക്ക മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എൻ്റെ കസിനെല്ലാം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി മുറിച്ച് ചെയ്യാൻ വേണ്ടി കാത്തൊക്കെ എന്നിട്ട് അവരൊക്കെ വന്ന് നോക്കി പോയി ആക്കാന്നൊക്കെ മുകളിൽ ക്ലാസ് ഉണ്ടായിന്. അപ്പോൾ ആ ഒരു ക്ലാസ്സിന് പോയിട്ടല്ലേ എൻ്റെ കസിൻ ചേച്ചി. എൻ്റെ ഏട്ടൻ അവിടെ തന്നെ ഉണ്ട്. ഏട്ടനപ്പുറത്ത് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടോ ഉണ്ടെങ്കിലേ ഞാൻ ഫോൺ കളിച്ചപ്പോൾ അമ്മ വിളിക്കും. നമുക്ക് ചക്ക മുറിക്കും. ഞാൻ അമ്മ വീഡിയോ എടുക്കട്ടെ. എടുത്തു നീ വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ മുതൽ തന്നെ തുടങ്ങി. മഴക്കാലത്തുള്ള ചക്ക എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു മുറിച്ച് എല്ലാവരും വീട്ടിൽ മുറിച്ചാക്കി ചോല എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. തടുപ്പ് എടുത്ത് വെച്ചിട്ട് ഇത് നമ്മൾ തടുപ്പ് ഈ തടുപ്പിലോട്ടാണ് നമ്മളിതെല്ലാം മുറിച്ച് അതിനകത്ത് ഇടാൻ വേണ്ടി ചോളകളെടുത്ത് വെക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.